ഇത്ര കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് സുകുമാരൻ. എന്നെക്കാളും കൂടുതൽ കോൺഫിഡൻസ് രാജുവേട്ടന് പറയുന്ന കാര്യങ്ങളെല്ലാം എന്നെക്കാളും കൂടുതൽ നന്നായിട്ട് ബിസിനസ് അറിയുകയും ചെയ്യാം. അതെ, സത്യം. പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് എങ്ങനെയാണ്? ഇപ്പൊ ലൂസിഫറില് സാറ് കോൺടാക്റ്റിൽ മനസ്സിലാക്കാൻ പറ്റും, ഉറപ്പായിട്ട് മനസ്സിലാവും. അത് പല സെറ്റ് ഞാൻ പല ഇന്റർവ്യൂസിൽ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില ഷോർട്സ് ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ രാജുവിന് മനസ്സിലാവും രാജു ഒരു 1 more, അല്ലെങ്കിൽ എനിക്ക് അത് ഓക്കെ ആണെന്ന് കാരണം രാജുവിന് മനസ്സിലാവും ഓക്കെ. പിന്നെ നമുക്ക് ഇതെന്താണ്, ഇതൊരു ഭയങ്കര പ്രൊഫഷണലിസം ഉള്ള മേഖലയല്ലേ. നമ്മൾ ചില കാര്യങ്ങൾ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ട്, ഒരു തെറ്റുമില്ല എന്നുള്ളതാണ്. അപ്പോൾ രാജു എന്നോടായാലും ഞാൻ രാജുവിനോടായാലും ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിപ്പം രാജു മാത്രമല്ല കേട്ടോ, മേ ബി മോസ്റ്റ് ഓഫ് ദ നമ്മൾ എല്ലാ ആക്ടേഴ്സിനോടും നമ്മളങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇപ്പം ജയസൂര്യ വന്നാലും ജയസൂര്യ ഞാനോട് നല്ല സുഹൃത്ത് ബന്ധമുള്ള വിഷയമാണ്. അതിൽ പലരുമായിട്ട് ഇന്ദ്രജിത്തുമായിട്ട് ഇതൊക്കെ ഇന്ദ്രജിത്തിനടുത്തൊക്കെ ഇത് പറഞ്ഞ ചെറുതായിട്ടൊന്നിങ്ങനെ നമ്മുടെ ഒരു ഇന്ദ്ര എന്ന് വിളിച്ചിട്ട് പറയാൻ പോയി ഓക്കെ. ഇപ്പൊ ഇങ്ങനെ ഒരു വൈബ് എപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. അതുപോലെ തന്നെ ജയനും സാറ് പറഞ്ഞ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒപ്പം ഏറ്റവും ആദ്യമായിട്ട് വന്ന ക്യാമറ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്ന ഡയറക്ടർ പൃഥ്വിരാജ് സുകുമാരനാണ്. ഇപ്പോഴും ആള് തന്നെയാണ്? വേറെ ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ടോ? അതിന് മാറ്റം വന്നോ? രണ്ടുപേരെ കൂട്ടിച്ചേർക്കാറായോ? അല്ലല്ല, അതെന്താ അറിയാമോ, അതൊരു ഭയങ്കര ഡെഡിക്കേഷൻ. ഇപ്പൊ എനിക്ക് വളരെ മുമ്പ് ഞാൻ ക്യാമറമാൻ ആവണേക്ക് മുന്നേ ഞാൻ 2009 കണ്ട സിനിമ ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ 2005-ലോ 2006-ലൊക്കെ സിനിമ ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ 2002-ലൊക്കെ സിനിമ ചെയ്യാം. ഞാനത് ചെയ്യാണ്ടിരുന്നത് എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു, സുഹൃത്ത് നിനക്ക് ലൈറ്റിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നില്ലേ, നീ ഒരു കാര്യം ചെയ്യും, നീ ക്യാമറയുടെ മറ്റേ ടെക്നിക്കൽ വിങ്സ് ഒക്കെ അറിയാം, അപ്പം ഇത്രയൊക്കെ മതി, ഒരു അസോസിയേറ്റിനെ വെച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, അത് അസോസിയേറ്റല്ലേ ചെയ്യുന്നത്, ഞാനല്ലല്ലോ. ഞാൻ ചെയ്യുമ്പോൾ അത് എനിക്ക് ധാരണകളുണ്ട്, ആ ധാരണയിൽ എനിക്ക് ചെയ്യാൻ പറ്റണം. അപ്പം എന്ത് വേണം, അപ്പം എനിക്ക് അതിനകത്ത് മുഴുവനായിട്ട് അറിയണം. ക്യാമറ ഇന്നതാണ്, ലെൻസ് ഇന്നതാണ്, എന്തൊക്കെയാണ് വേണ്ടത്, ഇതിനകത്ത് എത്ര കട്ട് ചെയ്യാം, എത്ര ഓപ്പൺ ചെയ്യാം, എന്ത് ലൂമിനൻസ് ഉണ്ട്, എത്ര മറ്റേ ആസ്പെക്ട് റേഷ്യോ എന്ത് വെക്കണം, അത് വെക്കണം. ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നിട്ട് ഞാൻ ചെയ്യുമ്പോഴാണ് ഞാനാകുന്നത്. അല്ലെങ്കിൽ പിന്നെ മറ്റേ പുള്ളിയിലേ ചെയ്യുന്നത്. അപ്പം അത് ചീറ്റിംഗ് അല്ല, ഇറ്റ്സ് നോട്ട് ഗുഡ്. അപ്പം അത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇത്രയും മോശം നമ്മൾ ലേറ്റ് ആകുന്നത്. അപ്പൊ ആ ഒരു പ്ലാനിങ്ങും ആ ഒരു കൃത്യനിഷ്ഠത തന്നെയാണ് പൃഥ്വിരാജ് സുകുമാരനിലും സാറിന് കാണാൻ പറ്റുന്നത് അല്ലേ? രാജു ഇതുപോലെ എത്രയോ ആൾക്കാർ അന്ന് രാജുവിന്റെ സമയത്ത് വന്ന എത്രയോ ആൾക്കാർ ഇപ്പോഴും അഭിനയം മാത്രം നടക്കുന്നുണ്ടോ. അന്ന് രാജുവിന് ഇത്തരം ടെക്നിക്കൽ സാധനങ്ങളൊക്കെ പഠിക്കണമെന്ന് ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ക്യാമറയുടെ അടുത്തും പോയി നോക്കും, പിടിക്കും, എന്താ ചെയ്യുമെന്ന് നോക്കും. ഷട്ടർ ആംഗിൾ കട്ട് ചെയ്തത് എന്താണ്, കട്ട് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ്, അപ്പോൾ കട്ട് ചെയ്ത് കാണിക്കുമോ. ഇതൊരു കൗതുകമാണല്ലോ എപ്പോഴും, നമുക്ക് എന്താണ് അറിയേണ്ടത്, ഒരു കൗതുകമാണല്ലോ. ഞാനിപ്പോൾ തെലുങ്ക് ഒരു 4-5 സിനിമ വർക്ക് ചെയ്തു. എനിക്കിപ്പോൾ തെലുങ്ക് അത്യാവശ്യം കുഴപ്പമില്ല, പഠിക്കാനും പറയാനും കേട്ടാലും മനസ്സിലാവും, വായിക്കാൻ അറിയില്ലെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാനത് ആ കൗതുകത്തിന് ഞാൻ വായിക്കാൻ ശ്രമിച്ചാൽ ഡെഫിനറ്റ്ലി എനിക്ക് പറയാൻ പറ്റില്ലേ, എനിക്കറിയാൻ പറ്റും. ഞാൻ വായിക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ വായിക്കാൻ ഞാൻ ശ്രമിച്ചാൽ എനിക്കറിയാൻ പറ്റും. ശ്രമമാണ് നമുക്ക് വേണ്ടത്, ഭയങ്കര ഒരു ആഗ്രഹമാണ്, ഭയങ്കര തീക്ഷ്ണമായിട്ടൊരു ആഗ്രഹമാണ്. ഡെഫിനറ്റ്ലി ഞാനിപ്പോൾ 2 മാസം കൊണ്ട് ഞാൻ തെലുങ്ക് വായിക്കാൻ പഠിക്കും എന്ന് ഞാൻ ഉറപ്പിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ പഠിക്കും അല്ലേ. ഞാനല്ല, ആരും പഠിക്കും, നമ്മളത് വിചാരിക്കണം. അതെ. ലൂസിഫറിന്റെ സമയത്ത് സാറ് പറഞ്ഞിട്ടുണ്ട്, ലൂസിഫറിലാണ് ഞാൻ ഭയങ്കര റിലാക്സ് ആയിട്ട് വർക്ക് ചെയ്തത്. കാരണം രാജു പക്ക ചാർട്ടർ ആയിരുന്നു, പ്ലാൻഡ് ആയിരുന്നു, സീൻ ബൈ സീൻ എല്ലാം ഓർഡർ ആയിരുന്നു. ഈ ചെറിയ പടം അടുത്തത് വരുവാണ് എമ്പുരാൻ. എമ്പുരാനിലും റിലാക്സ് ചെയ്ത് തന്നെയാണോ ഷൂട്ടിങ്? കാരണം ലൂസിഫർ ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആയിരുന്നു, ഇതിനൊട്ടും റിലാക്സ്ഡ് അല്ലായിരുന്നു. ഇതിന് നമ്മള് ഇവിടെ സാധാരണ വിചാരിക്കും പോലെയുള്ള സീക്വൻസുകളല്ല നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. ലൂസിഫറിനകത്ത് നമ്മൾ സാധാരണ വിചാരിക്കുന്ന സീക്വൻസിനകത്തുള്ള കുറച്ച് വലിപ്പമുണ്ടെന്നേ ഉള്ളൂ. അതൊക്കെ ആർക്കും ഈസിലി നമുക്ക് കുറച്ചൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, കുറച്ചൊന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് അതിനൊത്തിരി ഹോംവർക്ക് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഇത് അത്ര പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന സീക്വൻസുകളും സിറ്റുവേഷൻസും ലൊക്കേഷൻസും അല്ല. അപ്പോൾ അതിന് കൂടുതൽ സ്റ്റഡി വേണം. അപ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന രാജുവിൻ്റെ കൂടെയുള്ള സകലமான ടെക്നീഷ്യൻസ് ഇതിനകത്ത് വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈവൻ ഞാൻ ഉൾപ്പെടെ, അതിൻ്റെ എഡിറ്റർ ഉൾപ്പെടെ,
അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ വാവ ഉൾപ്പെടെ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉൾപ്പെടെ, നിർമ്മൽ എന്ന് പറഞ്ഞ ക്രിയേറ്റീവ് ഡയറക്ടർ ഉൾപ്പെടെ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഏകദേശം ഒരു 10-12 ആൾക്കാർ ഉൾപ്പെടെ ഇത്രയും ആൾക്കാരുടെ ഭയങ്കര കോർഡിനേഷൻ ഇല്ലെങ്കിൽ ഇത് അങ്ങനെ അത്ര പെട്ടെന്നൊരു ഒരു 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 വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലാൻസ് അല്ല ഇതൊന്നും. കാര്യം നമ്മൾ ഇതുവരെ അങ്ങനെ ശീലിച്ചിട്ടില്ല, ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലാത്ത കുറച്ചധികം കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിവേ ഒട്ടും റിലാക്സ്ഡ് അല്ലായിരുന്നു. ഇപ്പൊ എങ്ങനെയാ അവസ്ഥ? ഇപ്പൊ ഓക്കെ. ഞാൻ പറയുന്നത് ഷൂട്ട് കഴിയുന്നവര് എല്ലാ ദിവസവും അടുത്ത ദിവസം അയ്യോ അതെന്താകും എന്നുള്ള ടെൻഷൻ ഇങ്ങനെ എപ്പോഴും കയറി വരും. ഞാൻ ലൂസിഫർ കുറച്ച് റിലാക്സ്ഡ് ആയിരുന്നു എന്ന് പറഞ്ഞത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ റിലാക്സ് പറഞ്ഞാൽ ചില്ല് ചെയ്ത് ഷൂട്ട് ചെയ്തെന്നുള്ളതല്ല. മനസ്സിലായി. അങ്ങനെ ഒരു നല്ല ടീം ഉള്ളത് കൊണ്ടാണ് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓരോ പടത്തിലേക്കുള്ള സാറിന്റെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പൊ എമ്പുരാനിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പം എമ്പുരാന് തൊട്ട് മുന്നേ ഉള്ള എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് ആസ് എ സിനിമാറ്റോഗ്രാഫർ എന്ന നിലയിൽ എന്തൊക്കെ പ്രിപ്പറേഷൻസ് എടുക്കുക? സീക്രട്ടാണ് പറയണോ? കുറച്ച് പറഞ്ഞു, ഇവരൊക്കെ പഠിച്ചോട്ടെ. രഹസ്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ പോരെ. 2-3 മെയിൻ 2 പറയണ്ട, ബാക്കി 3 പറഞ്ഞു. ഒന്നുമില്ല, അതിൻ്റെ ആത്യന്തികമായിട്ട് എന്തുവാ അത് നമുക്കൊരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇതിൻ്റെ വലിപ്പവും ഇതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യണമെന്ന് അറിയാം. ദെൻ നമ്മളിതുവരെ ചെയ്തിട്ടില്ലാത്ത സംഗതിയാണെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവർ അത്തരം കാര്യങ്ങൾ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് പഠിക്കുക. ഇത് ഇഷ്ടംപോലെ ആൾക്കാരുടെ BTSും AC-യുടെ മാഗസിൻസും മറിച്ച് എല്ലാ പുസ്തകങ്ങളും ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. റീൽസ് അവൈലബിൾ ആണ്, BTSൻ്റെ ഷോർട്സ് അവൈലബിൾ ആണ്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഇരുന്ന് നമുക്കിപ്പോഴും ഒരിക്കലും നമ്മൾ ഇതൊന്നും പഠിച്ചു തീരത്തില്ല. ഞാനിപ്പോൾ എല്ലാ ദിവസവും ഓരോന്ന് കാണുമ്പോൾ അയ്യോ ഇതെങ്ങനെ ചെയ്തു എന്ന് ആലോചിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുക. ക്യാമറയുടെയും അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ എന്ത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം എന്ന് എപ്പോഴും ആലോചിക്കുക. എല്ലാ സിനിമകളിലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്ന് ഒരു നിർബന്ധവുമില്ല. ഇത് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്ന് നിർബന്ധം. പക്ഷെ അത് ചില സിനിമകൾ വരും, ചില ക്യാരക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമകൾ വരും. അങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എല്ലാ സിനിമകളിലും പോയി ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെ ഈ പറഞ്ഞതുപോലെ ഇത് സുജിത് വാസുദേവൻ്റെ ഫ്രെയിമാണോ എന്നെങ്ങനെ ചോദിപ്പിക്കാതിരിക്കാം, ഇത് അയാൾ സ്ഥിരം ചെയ്യും പോലെയാണ് ചെയ്തിരിക്കുന്നത് പറയിപ്പിക്കാതിരിക്കാം, പിന്നെ എന്ത് ഡിഫറെൻ്റ് ആയിട്ട് ഈ സമയത്ത് നമ്മൾ അപ്രോച്ച് ചെയ്യാം എന്ന് നമുക്ക് ആലോചിക്കാനൊരു സ്പേസ് ഇപ്പോൾ ഒരുപാടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കുക. ഇത്രയൊക്കെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എൻ്റെതായിട്ടുള്ള 2-3 ഭാവങ്ങൾ. കേട്ടല്ലോ, പഠിച്ചോ? ഓക്കെ. സാർ ഒരു ഫിലിമിലേക്ക് കിടക്കുമ്പോൾ സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചിട്ടാണോ, സ്ക്രിപ്റ്റ് കഥ എന്താന്ന് അറിഞ്ഞിട്ടാണോ ലൈക്ക് ജോയിൻ ചെയ്യുന്നത്? കാരണം നമുക്ക് ആ സ്ക്രിപ്റ്റ് വായിച്ചാലല്ലേ ഓരോ ക്യാരക്ടേഴ്സിനെ എങ്ങനെയാണ് പോർട്രേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇത്ര ഇമോഷൻസ് എടുക്കുന്നത്, നമുക്ക് ക്യാമറയിൽ ഒപ്പണെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് മൊത്തം അറിഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെയാണോ സാറ് ചെയ്യാറ്? അതെ, അതെല്ലാ സിനിമകളും അങ്ങനെയാണ്. ഈച്ച് ആൻഡ് എവരി സിനിമ അങ്ങനെയാണ്. മിക്കവാറും ചില സിനിമകൾക്ക് ഫുൾ സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അന്ന് എടുക്കുന്ന സീൻസ് എസ്പെഷ്യലി ഉണ്ടാവും. അന്ന് എന്താണ് എടുക്കുന്ന സീൻസ്. ഇതിന് ഇപ്പം ലൂസിഫറിന് സീനൊന്നുമില്ല. കാര്യം രാജു ഒരു 8-10 പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് നറേറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ സീക്വൻസ് ഇന്നതാണ്. ബൈഹാർട്ടാണ് അത്, ഇതാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഡയലോഗ്സ് ചിലപ്പോൾ നമുക്ക് മിസ്സായെന്നിരിക്കും. മീൻസ് ഇതാണ് ഈ ഡയലോഗിലാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് മിസ്സായെന്നിരിക്കും. അപ്പോൾ രാവിലെ ഒന്ന് സീൻ വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അതല്ലെങ്കിൽ ഈ സീക്വൻസ് കഴിഞ്ഞാൽ ഇന്ന കട്ട് കഴിഞ്ഞിട്ട് ഈ സീൻ എന്ന് വരെ നമുക്ക് കൃത്യം ധാരണയുണ്ട്. ഇത്തരം ചില ഈ ലൂസിഫറും എമ്പുരാനും എല്ലാ സിനിമകളും നമുക്ക് ധാരണ ഉണ്ടാവില്ല. കാര്യം ഓരോ ഡയറക്ടേഴ്സും ഡിഫറെൻ്റ് ആണ്. ഇതാണ് ശരിയെന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. കാര്യം ഇത് നമ്മൾ ചാർട്ട് ചെയ്തത് കൃത്യം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ചിലർ അവിടെ വന്നിട്ടുള്ള ഇംപ്രവൈസേഷൻ ഉണ്ട്. അപ്പോൾ ഇതായിരിക്കില്ല മറ്റേതായിരിക്കും ആ സമയത്ത് നമുക്ക് ശരിയെന്ന് തോന്നുന്നു. അത് വേറൊരു മൂഡാണ്. അതൊരിക്കലും അത് തെറ്റാണെന്നോ ഇത് ശരിയാണെന്നോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓരോരുത്തരും ഓരോ തരത്തിലാണ്.